ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോകുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ടവരെയൊക്കെയും അടക്കം ചെയ്തത് പുത്തുമല ശ്മശാനത്തിലാണ്. ഇന്ന് ഈ ഭൂമി ജൂലൈ 30 ഹൃദയഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഉറ്റവരെ നഷ്ടപ്പെട്ട നിരവധി പേരാണ് സങ്കടങ്ങൾ അടക്കിപ്പിടിച്ച് ഓരോ ദിവസവും ഈ ഹൃദയഭൂമിയിലെത്തുന്നത്. ഉരുളെടുത്ത ജീവിതങ്ങൾക്ക് ഒരാണ്ട് തികയുമ്പോൾ ഇന്നിവിടെ സർവമത പ്രാർത്ഥനയും അനുസ്മരണവും ഒക്കെയും നടക്കും. ലിനറ്റ് വർഗീസാണ് ചേർന്നത്. ലിനറ്റ്, പുത്തുമല എന്ന് പറയുന്നത് ഈ വയനാടിൻ്റെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണാണ്, ഹൃദയഭൂമിയാണ്. അവിടേക്ക് നിരവധി പേർ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് കാഴ്ച? തീർച്ചയായും സേതുലക്ഷ്മി, ഇത് വയനാടിൻ്റെ ഹൃദയഭൂമിയാണ്. വയനാട് അല്ലെങ്കിൽ കേരളം ചേർത്ത് പിടിച്ച, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആളുകൾ മയങ്ങുന്ന മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിൽ ഈ ഉറ്റവരെയൊക്കെ തന്നെ നഷ്ടപ്പെട്ട ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് ആളുകളൊക്കെ തൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ മക്കൾ, അച്ഛൻ, അമ്മ ഇങ്ങനെ നഷ്ടമായ ആളുകളെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പുഷ്പാർച്ചനകൾ നടത്താനും ഒക്കെയായിട്ട് ഈ ഒരു ശ്മശാനത്തിലേക്ക് ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇന്ന് ആദ്യം ഇത് പുത്തുമലയിലാണ് ഈ ശ്മശാനം ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ശ്മശാനത്തിന് ഹൃദയഭൂമി, അതായത് ജൂലൈ 30 ഹൃദയഭൂമി എന്ന പേര് നൽകിയത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ഒരു അമ്മയും തൊട്ടപ്പുറത്ത് 3 കൊച്ചുമക്കളും ഉറങ്ങുക ആണ്. അവരെ കാണാനായിട്ട് ഈ മകനും മകളും ഒക്കെ എത്തി അവർക്ക് വേണ്ട ചോക്ലേറ്റ്സും അതോടൊപ്പം പൂക്കളും ഒക്കെ തന്നെ നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് തൊട്ടടുത്ത് 3 കുഞ്ഞുങ്ങളാണ് മയങ്ങുന്നത്. ഈ ആദ്യ ദിവസം തെരച്ചിലിൽ ഇവരെ ഒന്നും കണ്ടെത്താനായില്ല. 2 പേരെ കിട്ടി. അതിനുശേഷം ഈ മക്കൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിന് വേണ്ടി അനീസും അതോടൊപ്പം ഭാര്യയും ആ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവരും തെരച്ചിലിലായിരുന്നു. ഒരു അച്ഛ എന്ന വിളി കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മ എന്ന വിളി കേൾക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. 3 മക്കളെയും നഷ്ടമായ ദമ്പതികളാണ് അനീസും അതോടൊപ്പം ഭാര്യയും. ഇന്ന് രാവിലെയോടുകൂടെ തന്നെ ഈ ഒരു ശ്മശാനത്തിലേക്ക് അവർ വന്നു. കുട്ടികൾക്ക് മുൻപിൽ കളിപ്പാട്ടങ്ങളും അതോടൊപ്പം മിഠായികളും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചുകൊണ്ട് അവരുടെ സ്നേഹവും മുഴുവൻ നൽകാനായിട്ടാണ് ഇവിടെ എത്തിയത്. ഇന്നലെയും ഇവർ ഇതേപോലെ വന്നിരുന്നു. ഓരോ ദിവസവും ഇവിടെ മക്കളുടെ അടുത്ത് എത്തിച്ചേരാറുണ്ട്. ഇന്ന് ഇപ്പോൾ രാവിലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ മറ്റു ആളുകളും തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടമായ അവരൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണെന്ന്. ഇന്ന് ഇപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, പലയിടത്തും പേരുകളൊക്കെ തന്നെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ആരെയാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത് എന്നടക്കം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാം. കാരണം പേരുകളുണ്ട്. ആദ്യം ഈ ഒരു സ്ഥലം ശ്മശാനത്ത് നമ്പറുകളും ഒരു പോസ്റ്റും അതിൽ ചില നമ്പറുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പലരും ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആണ് അന്ന് ഇവിടെ ഈ പുത്തുമല ശ്മശാനത്ത് ഇവിടെ ഓരോരുത്തരെയും അടക്കം ചെയ്തിരിക്കുന്നത്. ദുരന്തം വളരെ ഏറ്റവും മൃഗീയത കാണിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കിട്ടിയ ശരീരഭാഗങ്ങളെയൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ അടക്കം ചെയ്തത് ഈ ശ്മശാനത്ത്. പിന്നീട് DNA ടെസ്റ്റിലൂടെയാണ് ആരുടേതാണ് ഈ മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ എന്നൊക്കെ തന്നെ വ്യക്തമാകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പലരെയും ഈ DNA ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിനെ തുടർന്നാണ് ഇത് ആരൊക്കെയാണെന്നൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ പേരുകളൊക്കെ തന്നെ എഴുതി ചേർത്തിരിക്കുന്നത്. അന്ന് ഒരു പോസ്റ്റിൽ നമ്പറുകൾ മാത്രമായിരുന്ന സ്ഥലത്ത് ഇന്ന് ഇപ്പോൾ അവിടെ ആരാണ് ഇങ്ങനെ ആരെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള എഴുത്തുകളൊക്കെ തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു 3 കുട്ടികളുടെ നഷ്ടം ഹൃദയഭേദകമാണ്. ഈ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയ അവരുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന മണ്ണാണത്, ഹൃദയഭൂമിയാണ്. ആ ഹൃദയഭൂമിയിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി കാണാനായി എത്തിയ അനേകങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടതും. പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ലിനറ്റാണ് വിവരങ്ങൾ നൽകിയത്.